ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ. പക്ഷെ അതിനിടയിലാണ് ജമ്മു കാശ്മീരിൽ ഈ സംഭവം ഉണ്ടാകുകയും ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ട് ഭീകരവാദികൾ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് നിർണായക നീക്കവുമായി ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ നീങ്ങിയിരിക്കുന്നത് അല്ലേ? അതെ, മഹാരാഷ്ട്ര സർക്കാർ ഒരു ബൃഹത് പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ടൂറിസ്റ്റുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. സാധാരണ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ നമ്മുടെ അതത് ലോക്കൽ പോലീസുകളാണ് എന്തെങ്കിലും ചെറിയ തോതിൽ സുരക്ഷ കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ചില സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ ഒരു ടൂറിസ്റ്റ് ഈ പ്ലേസുകളിൽ, ഡെസ്റ്റിനേഷനുകളിൽ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ വനവുമായി ബന്ധപ്പെട്ട മേഖലയാണെങ്കിൽ അവിടെ ഫോറസ്റ്റിൻ്റെ ഒരു എയ്ഡ് പോസ്റ്റ് ഉണ്ടാവും. അതിൽ കവിഞ്ഞ് വലിയ സുരക്ഷയൊന്നും കൊടുക്കാറില്ല. ഇപ്പോൾ ഉൾക്കാടുകളിലേക്ക് ഗവേഷണാർത്ഥം പോകുന്നവരുണ്ട്, സ്ഥലം കാണാൻ പോകുന്ന വിനോദസഞ്ചാരികളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, വയനാടൻ കാടുകളിൽ മുത്തങ്ങ പോലെയുള്ള സ്ഥലത്തൊക്കെ ഇത്തരത്തിൽ അട്ടപ്പാടിയിലും ഒക്കെ സ്ഥലം കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്, വിനോദസഞ്ചാരികളുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഈ സഞ്ചാരികളുടെ സുരക്ഷ മുൻനിർത്തിയിട്ട് വനം വകുപ്പിൻ്റെ ഏതെങ്കിലും 1-2 ഉദ്യോഗസ്ഥന്മാർ കൂടെ പോകും. ചിലപ്പോൾ കയ്യിലൊരു തോക്കോ മറ്റോ ഉണ്ടായെന്നിരിക്കും. അത് ഈ മൃഗങ്ങൾ ആക്രമിക്കാൻ വന്നാൽ ആകാശത്തേക്ക് വെടിവെച്ച് ഭയപ്പെടുത്തി ഓടിക്കാനാണ്. അതിൽ കവിഞ്ഞ സുരക്ഷയൊന്നും വിനോദസഞ്ചാരികൾക്ക് ഒരു സ്ഥലത്തും കൊടുക്കുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഒരു വലിയ ഭൂപ്രദേശമാണ്. വലിയ തോതിൽ നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകൾ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ നമുക്കുണ്ട്. ഇനി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കാണാൻ ഏറെ കാഴ്ചകളുണ്ട്. ഏതൊരു വിനോദസഞ്ചാരിയും ആകർഷിക്കുന്ന കടൽ തീരങ്ങൾ നമുക്കുണ്ട്, മലമ്പ്രദേശങ്ങൾ നമുക്കുണ്ട്, നല്ല തണുപ്പുള്ള മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ പോലും ഉണ്ട്. നീലഗിരി നമുക്കറിയാം, കൊടൈക്കനാൽ നമുക്കറിയാം. അതുപോലെ മുകളിലോട്ട് പോയാൽ വിന്ധ്യപർവ്വതങ്ങളിൽ നിരവധി സ്പോട്ടുകളുണ്ട്. അതുപോലെ ഹിമാലയൻ താഴ്വരകൾ, ഹിമാലയം, സിംല. അല്ല, ലോകത്തിപ്പോൾ മുഴുവനായി നോക്കിയാൽ തന്നെ നമുക്കറിയാം ഈ ടൂറിസ്റ്റുകളെ ഭീകരവാദികൾ വലിയ തോതിൽ ലക്ഷ്യം വെക്കുന്നുണ്ട്. സംശയമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇസ്രയേലിൽ നാം കണ്ടത്, ഫ്രാൻസിൽ 2023 ഫ്രാൻസിൽ അതിന് സമാനമായ അല്ല, എല്ലാ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ട് യൂറോപ്പിലെങ്ങും ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളുടെ ആക്രമണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് നടക്കുന്നുണ്ട്. കാർ ഓടിച്ച് കയറ്റുക, ട്രക്ക് ഓടിച്ച് കയറ്റുക, ഒരു കത്തിയുമായിട്ട് വന്ന് ടൂറിസ്റ്റുകളെയും ഇത്തരത്തിൽ ആഘോഷങ്ങളിൽ ഏർപ്പെടുന്നവരെയും കൊല്ലുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മഹാരാഷ്ട്ര സർക്കാർ അതിന് മുൻകൈ എടുത്തിരിക്കുകയാണ്. അവർ ഈ ടൂറിസ്റ്റുകളുടെ, വിനോദസഞ്ചാരികളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടൂറിസം സെക്യൂരിറ്റി ഫോഴ്സ് രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത് തന്നെ അതിന് ഒരു ആദ്യ സംഘത്തെ നിയോഗിക്കും. എനിക്ക് തോന്നുന്നത് പരിശീലനം സിദ്ധിച്ച പോലീസിൽ നിന്നുമൊക്കെ ഡെപ്യൂട്ട് ചെയ്ത ആൾക്കാരെ, അവിടെ ഒരു വലിയ ഉത്സവം നടക്കാൻ പോവുകയാണ്. അത് ഈ സത്താറയിൽ, പശ്ചിമ മഹാരാഷ്ട്രയിലെ സത്താറയിൽ മെയ് 2 മുതൽ 4 വരെ ഒരു മഹാരാഷ്ട്ര ഉത്സവ് നടക്കാൻ പോവുകയാണ്. ആ ഉത്സവിൽ ഈ വിനോദസഞ്ചാരികൾക്ക് തദ്ദേശീയരും വിദേശീയരുമായ വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവരെ നിയോഗിക്കുകയാണ്. അത് വിജയമാണെന്ന് കണ്ടാൽ മറ്റ് വിനോദസഞ്ചാര മേഖലകളിലേക്കും ആ പദ്ധതി വ്യാപിപ്പിക്കും. അപ്പോൾ പുതിയൊരു ഫോഴ്സ് കൂടെ, ടൂറിസം സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്ന TSF എന്ന് പറയുന്ന പുതിയൊരു ഫോഴ്സ് കൂടെ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉണ്ടാകാൻ പോവുകയാണ്. സർക്കാർ അത് രൂപീകരിക്കാൻ വേണ്ടുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൻ്റെ, എനിക്ക് തോന്നുന്നു, ഓർഡിനൻസൊക്കെ കൊണ്ടുവന്നായിരിക്കും ചെയ്യുന്നത്. പിന്നീട് അത് നിയമസഭയിൽ വെച്ച് പാസ്സാക്കുമായിരിക്കും. എന്തായാലും മഹാരാഷ്ട്ര സർക്കാർ ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിലടക്കം ഇത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതല്ല ഈ വിനോദസഞ്ചാരികളുടെ സുരക്ഷ. അവർ പലതരത്തിലും, നമുക്കറിയാം, കേരളത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇസ്രയേലിൽ നിന്ന് വന്ന ഒരു സംഘത്തെ ഈ കേരളത്തിൽ വന്ന് ഒരു കാശ്മീരി ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഷോപ്പ് നടത്തുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇടുക്കിയിൽ അവരെ ബലമായിട്ട് ഇറക്കി വിട്ടു. ഇസ്രയേലികളാണ് എന്നറിഞ്ഞ ഉടനെ അവരെ ഇറക്കി വിട്ടു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് കച്ചവടക്കാരും അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികളും കാർ ഡ്രൈവർമാരും ഒക്കെ ചേർന്ന് ഇവർക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുകയും പോലീസ് ഉടനടി അവിടെ എത്തുകയും അവർക്കെതിരെ കേസ് ചാർജ് ചെയ്തു. അത്തരം നിയമ നടപടികളിലേക്ക് നീങ്ങിയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവർ മാപ്പ് പറഞ്ഞ് ആ പ്രശ്നത്തിൽ നിന്ന് തടിയൂരി. പക്ഷേ ഇത് വരും ദിവസങ്ങളിൽ, ഇന്ന് ചെറിയൊരു തീപ്പൊരിയായിട്ട് ജമ്മു കാശ്മീർ സ്വദേശികളാണ്. അതെ, ജമ്മു കാശ്മീരിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൽ 2 പേരും ജമ്മു കാശ്മീർ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഇതൊരു തീപ്പൊരിയാണ്
കേരളത്തിൽ കണ്ടതെങ്കിൽ നാളെ അത് ഇന്ത്യ മുഴുവനും ആളിക്കത്തും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് അത് വലിയ തോതിൽ അതിന് തടയിടേണ്ടതുണ്ട്. അതിന് മഹാരാഷ്ട്ര സർക്കാർ കാണിച്ചിരിക്കുന്ന ഈ മാതൃക എല്ലാ സംസ്ഥാനങ്ങളും പിന്തുടരണം. എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് പിന്തുടരാനുള്ള അധികാരവും അവകാശവുമുണ്ട് തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും. കാരണം ഈ സംസ്ഥാനം മുഴുവനും ടൂറിസം മേഖലയല്ലല്ലോ. ടൂറിസം കൃത്യമായിട്ട് ഓരോ സ്പോട്ടുകളുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, കോവളം, അതുപോലെ ശംഖുമുഖം, വേളി, ഇങ്ങനെ കേരളത്തിൻ്റെ തീരദേശം ഏതാണ്ട് 600 കിലോമീറ്റർ ഉണ്ടെങ്കിലും ഈ തീരദേശം മുഴുവനും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല, ടൂറിസ്റ്റ് സ്പോട്ടുകളല്ല. കൃത്യമായ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ആൾക്കാർ വരുന്ന ഇടങ്ങളിൽ ഇവരെ നിയോഗിക്കണം, ഈ ഫോഴ്സിനെ നിയോഗിക്കണം. ആയുധധാരികളായ ഫോഴ്സിനെ തന്നെ നിയോഗിക്കണം. അവർക്ക് വളരെ കൃത്യമായിട്ട് ഇവരുടെ സുരക്ഷ ചുമതല കൊടുക്കണം. അവർക്ക് ഈ തീർച്ചയായിട്ടും വിനോദസഞ്ചാരികളെ ഏത് ആക്രമണത്തിൽ നിന്നും അവർക്ക് രക്ഷിക്കാൻ സാധിക്കും. അതിനുള്ള പരിശീലനവും കാര്യങ്ങളും കൊടുക്കണം. വളരെ കൃത്യമായിട്ട് സർക്കാരിൻ്റെ കീഴിൽ അതൊരു ഫോഴ്സായിട്ട് തന്നെ, നമുക്കിപ്പോൾ അറിയാമല്ലോ, പോലീസും ഫയർഫോഴ്സും ഒക്കെ പോലെ അതും ഒരു ഫോഴ്സായിട്ട് തന്നെ വിനിയോഗിക്കണം. കാരണം നമുക്ക് വലിയ തോതിൽ വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ്, വലിയ വ്യവസായമാണ്, കോടികളാണ്. കാരണം ടൂറിസം തകർന്നാൽ എന്ത് സംഭവിക്കുന്നു ഇപ്പോൾ ജമ്മു കാശ്മീർ നമ്മൾ കണ്ടതാണ്. അതെ, അതായത് ജമ്മു കാശ്മീരിൽ അത് മാത്രമല്ല, അതിൻ്റെ മറ്റു ചില വശങ്ങൾ കൂടെ ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് കഴിഞ്ഞ ഒരു വർഷം 2.5 കോടി വിനോദസഞ്ചാരികളാണ് കാശ്മീരിൽ വന്നു പോയത്. നോക്കൂ, ഒരാൾ ഒരു 100 രൂപ വെച്ച് ചിലവാക്കിയാൽ തന്നെ എത്ര കോടി രൂപയുടെ വരുമാനമാണ് കാശ്മീരിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ അവരുടെ വരവ് പോക്ക്, അവിടുത്തെ താമസം, ഭക്ഷണം, അങ്ങനെ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും നമ്മൾ ആ കണക്കിലേക്കൊന്നും പോകണ്ട. നിസ്സാരമായ ഈ കണക്ക് തന്നെ ഒന്ന് നോക്കൂ, എത്ര വലിയ തുകയാണ് കാശ്മീരിലേക്ക് വന്നിരുന്നത്. അതിപ്പോൾ നിലച്ചു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ വിനോദസഞ്ചാരികൾ ഭയപ്പെട്ട് പിൻവാങ്ങി കഴിയുമ്പോൾ മറ്റൊരു വലിയ ദോഷം കൂടെ ഉണ്ട്. ഈ നമ്മുടെ പല സംസ്ഥാനങ്ങളിലേക്കും വിദേശ നിക്ഷേപം വരുന്നുണ്ട്. ഈ വിദേശ നിക്ഷേപം വരുന്നതിന് കാരണം ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ വന്ന് താമസിച്ചിട്ട് പോകുന്ന ആൾക്കാർ ഇവിടത്ത് കിട്ടുന്ന നമ്മൾ നൽകുന്ന ആതിഥ്യ മര്യാദ, നമ്മൾ കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു വളരെ അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവും സ്നേഹവും നല്ല ഭക്ഷണവും ഒക്കെ നൽകി നമ്മൾ അവരെ സത്കരിച്ചാണ് വിടുന്നത്. ആ സൽക്കാരത്തിൽ സംപ്രീതരായി പോകുന്ന ആൾക്കാർ ലോകം മുഴുവനും ഇത് പ്രചരിപ്പിക്കും. എനിക്ക് ഇന്ത്യയിൽ ചെന്നിട്ട്, കേരളത്തിൽ ചെന്നിട്ട്, തമിഴ്നാട്ടിൽ ചെന്നിട്ട്, കാശ്മീരിൽ ചെന്നിട്ട് എനിക്കിതാ ഇങ്ങനെയാണ് വളരെ നല്ല അനുഭവം ഉണ്ടായിരിക്കുന്നു എന്ന് അവർ പ്രചരിപ്പിക്കും. ആ പ്രചാരം വലിയ തോതിൽ വിദേശങ്ങളിൽ നമ്മളെക്കുറിച്ചൊരു മികച്ച കാഴ്ചപ്പാടുണ്ടാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു സൗഹാർദ്ദപൂർണ്ണമായ സഹകരണത്തിന് അനുയോജ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആൾക്കാർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വരും. ഇപ്പോൾ തന്നെ 1.5 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് കാശ്മീരിനെ കാത്തിരുന്നത്. അതിപ്പോൾ സ്വാഹ ആയി കഴിഞ്ഞല്ലോ. ഇനി അത് എന്ത് നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. അല്ല, ഈ എന്നിട്ട് പോലും ഈ അവിടുത്തെ പ്രാദേശികമായ ആൾക്കാർ എന്തുകൊണ്ടാണ് ഇത്തരം മണ്ടൻ തീരുമാനങ്ങളിലേക്ക് പോകുന്നത്? അല്ല, അത് ഒരു ചെറിയ വിഭാഗമാണ്, എല്ലാവരുമല്ല. ഈ ആൾക്കാർക്ക് പൊതുവെ സമാധാനപൂർണ്ണമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്വസ്ഥതയും ശാന്തിയും വേണം. അവർ മറ്റൊരു തരത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഒരു ചെറിയ വിഭാഗം ആൾക്കാരെങ്കിലും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ്. അത് മറികടക്കാൻ സർക്കാരും ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. എന്തായാലും മഹാരാഷ്ട്ര സർക്കാർ ഒരു വലിയ മാതൃക കാണിച്ചിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യും. അത് കേരളത്തിനും മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും അത് പിന്തുടരാൻ കഴിയും. വരുന്ന വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അവർക്ക് നല്ല ഭക്ഷണവും നല്ല വിശ്രമിക്കാൻ നല്ല സൗകര്യങ്ങളും കാഴ്ച കാണാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയാൽ മാത്രം പോരാ, അവരുടെ സുരക്ഷിതത്വം കൂടി നമ്മുടെ ചുമതലയിലുണ്ട് എന്നുള്ള ഓർമ്മ വേണം. അതിന് സർക്കാർ മുൻകൈ എടുക്കണം. എല്ലാ സംസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ മഹാരാഷ്ട്രയെ മാതൃകയാക്കട്ടെ എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.